നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ രണ്ട് എമൗണ്ട് കാണും. ഒന്ന് ടോട്ടൽ എമൗണ്ട് ഡ്യൂവും ഒന്ന് മിനിമം എമൗണ്ട് ഡ്യൂവും. ഇതിൽ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ആണ്. പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മിനിമം എമൗണ്ട് ഡ്യൂ കാണുമ്പോൾ അവർ വിചാരിക്കും ഓക്കെ എന്നാൽ ഈ മിനിമം എമൗണ്ട് അടച്ചങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാലോ എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള എമൗണ്ട്, നമ്മൾ അടയ്ക്കാത്ത എമൗണ്ട് അടുത്ത മാസത്തെ ബില്ലിലേക്ക് ആഡ് ആവും. അത് 30-40% ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ആ എമൗണ്ട് റൺ ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10,000 രൂപയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല്. അതിന്റെ 5% ആയിരിക്കും മിനിമം എമൗണ്ട് ഡ്യൂ. അപ്പൊ 500 രൂപയായിരിക്കും മിനിമം എമൗണ്ട് ഡ്യൂ. നിങ്ങൾ ഈ 500 രൂപ മാത്രമാണ് അടയ്ക്കുന്നതെങ്കിൽ ബാക്കി 9,500 രൂപയിൽ 30-40% ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ചാർജ് ആകപ്പെടുന്നത്. നെക്സ്റ്റ് മന്ത് വരുമ്പോൾ എഗെയിൻ ഇതേപോലെ ടോട്ടൽ ബില്ല് വരും, ഒരു മിനിമം എമൗണ്ട് ഡ്യൂ വരും. അവിടെയും നിങ്ങൾ മിനിമം എമൗണ്ട് ഡ്യൂ ആ വരുന്നെങ്കിൽ ബാക്കി എമൗണ്ട് അടുത്ത മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യും ഈ 30-40% ഇൻട്രസ്റ്റിൽ. അവസാനം അതൊരു ക്രെഡിറ്റ് കാർഡ് ട്രാപ്പായി മാറും. നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു എമൗണ്ടിലേക്ക് അത് മാറും. അതുകൊണ്ട് എപ്പോഴും ടോട്ടൽ എമൗണ്ട് ഡ്യൂ തന്നെ അടയ്ക്കുക.